Hi dear friends, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ PCCET 302 ഫ്ലൂയിഡ് മെക്കാനിക്സിലെ 4th മൊഡ്യൂളിലെ 8th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാർസീസ് വെയ്സ്ബാക്ക് ഇക്വേഷൻ്റെ ഡെറിവേഷനാണ്. പ്രീവിയസ് KTU ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു ഡാർസീസ് വെയ്സ്ബാക്ക് ഇക്വേഷൻ്റെ ഡെറിവേഷൻ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഈ ഡെറിവേഷനിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നന്നായിട്ട് ചെയ്ത് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനാണ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാർസീസ് വെയ്സ്ബാക്ക് ഇക്വേഷനാണ്. മൊഡ്യൂൾ 4ലെ 8th ലെക്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 4ൽ സോഫാർ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ സിലബസ് അനുസരിച്ച് ഫ്ലോ ത്രൂ ഓറിഫൈസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇത്രയും ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. ഇതിനകത്ത് വരുന്ന ഫിഗേഴ്സ്, ഇക്വേഷൻസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് എല്ലാം നന്നായിട്ട് തന്നെ പഠിക്കുക. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഫ്ലോ ത്രൂ നോച്ചസ് ആൻഡ് വേവ്സ് ആയിരുന്നു. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ അതിൽ കവർ ചെയ്തത്. അപ്പോൾ ഇതിലും നമുക്ക് ഫിഗേഴ്സ്, ഇക്വേഷൻസ്, അതിനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസ് നന്നായിട്ട് പഠിക്കുക. അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലോ ത്രൂ പൈപ്സ് ആണ്. ഫ്ലോ ത്രൂ പൈപ്പിൽ നമ്മൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ ഓഫ് മേജർ ലോസസ് ഇൻ പൈപ്പ്. അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഈ ഡെറിവേഷൻ ഓഫ് ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ മേജർ ലോസ് ഇൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ പൈപ്പ് ഫ്രിക്ഷനാണ്. പൈപ്പ് ഫ്രിക്ഷനിൽ ആ ഒരു മേജർ ലോസിൻ്റെ ഇക്വേഷൻ, HFൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഈ ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് എന്താണ് ലാമിനാർ ഫ്ലോ, ടർബുലൻറ്റ് ഫ്ലോ? ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ് ലാമിനാർ ഫ്ലോ എന്താണ്, ടർബുലൻറ്റ് ഫ്ലോ എന്താണെന്ന്. നമുക്ക് ഈ മൊഡ്യൂളിൽ നമുക്ക് ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഒരു ലാമിനാർ, ടർബുലൻറ്റ്, റെയ്നോൾഡ്സ് നമ്പർ ഈ 3 ടേംസും ഇടയ്ക്ക് വരും. അപ്പോൾ എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഇൻ ലാമിനാർ ഫ്ലോ ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മൂവ് അലോങ് സ്ട്രെയിറ്റ് പാരലൽ പാത്ത് ഇൻ ലെയേഴ്സ് ഓർ ലാമിനെ such that the path of the individual fluid particles does not cross ദോസ് ഓഫ് ദ നെയ്ബറിംഗ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഇപ്പോൾ ലാമിനാർ ഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫ്ലോയിലുള്ള എല്ലാ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസും ഒരു സ്ട്രെയിറ്റ് പാരലൽ പാത്തിലായിരിക്കും പോകുന്നത്. ഇൻഡിവിജ്വൽ ഫ്ലൂയിഡ് ലെയേഴ്സ് തമ്മിൽ എന്ത് ചെയ്യാല്ല, ക്രോസ് ചെയ്യില്ല. ലാമിനാർ ഫ്ലോ ഈസ് പോസിബിൾ ഓൺലി അറ്റ് ലോ വെലോസിറ്റി ആൻഡ് വെൻ ദ ഫ്ലൂയിഡ് ഈസ് ഹൈലി വിസ്കസ്. അപ്പോൾ ലാമിനാർ ഫ്ലോ മെയിൻലി പോസിബിൾ ആകുന്നത് ലോ വെലോസിറ്റി കേസിലാണ്. ഫ്ലൂയിഡ് ലോ വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആണ്. അതേപോലെ ഹൈലി വിസ്കസ് ആയിരിക്കണം, എങ്കിലായിരിക്കും ലാമിനാർ ഫ്ലോ പോസിബിൾ ആയിട്ട് വരുന്നത്. ബട്ട് വെൻ ദ വെലോസിറ്റി ഈസ് ഇൻക്രീസ്ഡ് ഓർ ദ ഫ്ലൂയിഡ് ഈസ് ലെസ് വിസ്കസ് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഡസ് നോട്ട് മൂവ് ഇൻ സ്ട്രൈറ്റ് പാത്ത്. അപ്പോൾ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി കൂടുതലാണെങ്കിലും അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലെസ് വിസ്കോസിറ്റി ഉള്ളതാണെങ്കിലും ഈ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഒരേ പാരലൽ സ്ട്രൈറ്റ് പാത്തിൽ മൂവ് ചെയ്യില്ല. The fluid particles move in random manner, resulting in general mixing of particle. This type of flow is called turbulent flow. അപ്പോൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് തമ്മിൽ റാൻഡം മാനറിൽ അത് മിക്സ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, സിക്സാക്ക് ആയിട്ട് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയാം. ദ ലാമിനാർ ഫ്ലോ ചേഞ്ചസ് ടു ടർബുലൻറ്റ് ഫ്ലോ വെൻ. ഇപ്പോൾ ലാമിനാർ ഫ്ലോ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ടർബുലൻറ്റ് ഫ്ലോ ആയിട്ട് മാറാൻ സാധ്യതയുള്ളത്? ഫസ്റ്റ് വൺ, ദ വെലോസിറ്റി ഈസ് ഇൻക്രീസ്. സെക്കൻഡ് വൺ, ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് ഈസ് ഇൻക്രീസ്. തേർഡ് വൺ, വിസ്കോസിറ്റി ഓഫ് ഫ്ലോ ഈസ് ഡിക്രീസ്ഡ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലോ ലാമിനാറിൽ നിന്ന് ടർബുലൻറ്റിലേക്ക് മാറാനായിട്ട് 3 ചാൻസസ് ആണുള്ളത്. ഒന്ന്, ഫ്ലോ വെലോസിറ്റി കൂട്ടുമ്പോൾ. 2, ഫ്ലോ ചെയ്യുന്ന പൈപ്പിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോൾ. 2, മൂന്നാമത്തത് ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുമ്പോൾ. O. Reynolds was the first to demonstrate that the transition from laminar to turbulent depends not only on the mean velocity but also on the quantity rho Vd by mu. ഓക്കെ, അപ്പോൾ O. Reynolds എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ഈ ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് എപ്പോഴാണ് ഒരു ഫ്ലോ ലാമിനാറിൽ നിന്ന് ടർബുലൻറ്റിലേക്ക് മാറുന്നത്. അപ്പോൾ ഈ ഫ്ലോ ലാമിനാർ ടു ടർബുലൻറ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷനാണ്, റോ വി ഡി ബൈ മ്യൂ. റോ വി ഡി ബൈ മ്യൂ. ഇതിനകത്ത് റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, വി എന്ന് വെച്ചാൽ വെലോസിറ്റി, ഡി എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് പൈപ്പ്, മ്യൂ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് വിസ്കോസിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി റോ വി ഡി ബൈ മ്യൂ എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് റെയ്നോൾഡ്സ് നമ്പർ ഡിനോട്ടഡ് ബൈ RE. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി, അതായത് ഫ്ലോ ലാമിനാർ ടു ടർബുലൻറ്റ് ട്രാൻസിഷനിൽ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചാൽ നമുക്കത് ഫ്ലോ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റീനെ നമ്മൾ പറയുന്നതാണ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. അതിനെ RE എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇൻ എ സർക്കുലർ പൈപ്പ് RE less than 2000 the flow is said to be laminar. If RE greater than 4000 the flow is said to be turbulent. ഓക്കെ, ഒരു പൈപ്പിൻ്റെ അകത്തുകൂടി പോകുന്ന ഫ്ലോ ആണെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ
റെയ്നോൾഡ്സ് നമ്പർ എന്ന് വെച്ചാൽ ഇതാണ് റോ വി ഡി ബൈ മ്യൂ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. ലെസ് ദാൻ 2000 ആണെങ്കിൽ ഫ്ലോ നമുക്ക് ലാമിനാർ ആണെന്ന് പറയാം. റെയ്നോൾഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 4000 ആണെങ്കിൽ ഫ്ലോ ടർബുലൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഈ 2000-നും 4000-ന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടാണ്, അതായത് RE ലൈസ് ബിറ്റ്വീൻ 2000 ആൻഡ് 4000, ദെൻ ദ ഫ്ലോ ചേഞ്ചസ് ഫ്രം ലാമിനാർ ടു ടർബുലൻറ്റ്. ഫ്ലോ ലാമിനാർ ആകാം, ടർബുലൻ്റ് ആകാം. അതിനെ നമ്മൾ ട്രാൻസ്ലേഷണൽ ഫ്ലോ എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്നൊരു തിയറി കൺസെപ്റ്റ്. നമുക്കിനി നമ്മുടെ ലോസസ് എന്താണെന്ന് നോക്കാം. ലോസ് ഓഫ് എനർജി ഇൻ പൈപ്പ്, അതായത് ഒരു പൈപ്പിൻ്റെ അകത്തുകൂടി വെള്ളം ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ടൈപ്പ് ലോസസ് ആണ് ഉണ്ടാകുന്നത്. വെൻ ദ ഫ്ലൂയിഡ് ഈസ് ഫ്ലോ ത്രൂ എ പൈപ്പ്, ദ ഫ്ലൂയിഡ് എക്സ്പീരിയൻസ് സം റെസിസ്റ്റൻസ് ഡ്യൂ ടു വിച്ച് സം ഓഫ് ദ എനർജി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് ലോസ്റ്റ്. അപ്പോൾ ഒരു പൈപ്പിൻ്റെ അകത്തുകൂടി ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഫ്ലൂയിഡിന് അതിൻ്റെ റെസിസ്റ്റൻസ് കൊണ്ട്, ഫ്ലോ ചെയ്യുന്നതിൻ്റെ റെസിസ്റ്റൻസ് കൊണ്ട് അതിൻ്റെ എനർജി കുറച്ചായിട്ട് ലോസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള എനർജി ലോസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എനർജി ലോസസ് ഇൻ പൈപ്പിനെ നമുക്ക് മേജർ ലോസ് എന്നും മൈനർ ലോസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഇനി മേജർ ലോസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലോസ് മാത്രമേ ഉള്ളൂ, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷണൽ ലോസിനെയാണ് നമ്മൾ മേജർ ലോസ് ആയിട്ട് പറയുന്നത്. മൈനർ ലോസ് ആ സമയത്ത് നമുക്ക് ഗ്രാജുവലി ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ ഓഫ് പൈപ്പ്, സഡൻ കോൺട്രാക്ഷൻ ഓഫ് പൈപ്പ്, ഡ്യൂ ടു പൈപ്പ് ബെൻഡ്, പൈപ്പ് ഫിറ്റിംഗ്സ്, ഒബ്സ്ട്രക്ഷൻ ഇൻ ദ പൈപ്പ്. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലൂയിഡിനകത്ത് മേജർ ലോസും ഉണ്ട്, മൈനർ ലോസും ഉണ്ട്. മേജർ ലോസ് എന്ന് വെച്ചാൽ ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്. ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സറൗണ്ടിങ്സുമായിട്ടുള്ള ഫ്രിക്ഷൻ മൂലം ഉണ്ടാകുന്നതിനാണ് മേജർ ലോസ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് രണ്ട് ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫോർമുല ഡാർസീസ് വേസ്ബാക്ക് ഇക്വേഷൻ ആണ്, അടുത്ത ഫോർമുല ചെസീസ് ഫോർമുലയാണ്. ഈ രണ്ടും നമ്മൾ എന്താണ്, നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ലാബിലൊക്കെ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ പഠിച്ചിട്ടുണ്ടാവണം, ഡാർസീസ് വേസ്ബാക്ക് ഇക്വേഷനും ചെസീസ് ഇക്വേഷനൊക്കെ. ഓക്കെ, ഇനി അടുത്ത മൈനർ ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പൈപ്പ് എക്സ്പാൻഡ് ചെയ്യുകയാണ്, ചെറിയ ഡയമീറ്ററിൽ നിന്ന് വലിയ ഡയമീറ്ററിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ലോസിനെയാണ് സഡൻ എക്സ്പാൻഷൻ ലോസ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ കോൺട്രാക്ട് ചെയ്യാം, ഒരു വലിയ പൈപ്പിൽ നിന്ന് വന്ന് പെട്ടെന്ന് അത് ചെറിയ പൈപ്പിലേക്ക് മാറി. അപ്പോൾ അവിടെ നമുക്ക് ലോസ് ഡ്യൂ ടു കോൺട്രാക്ഷൻ ഉണ്ട്. ഇനി അടുത്ത പൈപ്പ് ബെൻഡ്, സ്ട്രൈറ്റ് ആയിട്ട് പോയിരിക്കുന്ന പൈപ്പ് പെട്ടെന്നൊരു ബെൻഡ് വരുവാണ്, അതാണ് ലോസ് ഡ്യൂ ടു ബെൻഡ് എന്ന് പറയുന്നത്. അടുത്ത പൈപ്പ് ഫിറ്റിംഗ്സ്, നമുക്കൊരു സ്ട്രൈറ്റ് പൈപ്പിൻ്റെ അകത്ത് പല ടൈപ്പിലുള്ള പൈപ്പ് ഫിറ്റിംഗ്സ്, കണക്ഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും, അതുകൊണ്ടുണ്ടാകുന്ന ലോസ്. അടുത്തത് ആൻ ഒബ്സ്ട്രക്ഷൻ ഇൻ പൈപ്പ്, സ്ട്രൈറ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന പൈപ്പിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് മൂലം ഉണ്ടാകുന്ന എനർജി ലോസ്, അതിനെയാണ് ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് പൈപ്പിലുണ്ടാകുന്ന എനർജി ലോസിനെ മേജർ ലോസ് എന്നും മൈനർ ലോസ് എന്നും പറയാം. മേജർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് ഫോർമുലയാണ്, ഡാർസീസ് വേസ്ബാക്ക് ഇക്വേഷനും ചെസീസ് ഇക്വേഷനും. ഇനി മേജർ ലോസ് ഉണ്ടാകാനുള്ള കാരണം ഫ്രിക്ഷനാണ്, പൈപ്പ് ഫ്രിക്ഷൻ മൂലം ഉണ്ടാകുന്ന ലോസാണ്. മൈനർ ലോസ് നമുക്ക് 5 ടൈപ്പ് ഉണ്ട്: സഡൻ എക്സ്പാൻഷൻ, സഡൻ കോൺട്രാക്ഷൻ, പൈപ്പ് ബെൻഡ്, പൈപ്പ് ഫിറ്റിംഗ്സ്, ഒബ്സ്ട്രക്ഷൻ ഇൻ ദ പൈപ്പ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഫസ്റ്റ് വൺ, ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. നമുക്ക് ഫസ്റ്റ് ഡാർസീസ് വേസ്ബാക്ക് ഇക്വേഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ ദ ലോസ് ഓഫ് ഹെഡ് ഇൻ ദ പൈപ്പ് ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് ഡാർസീസ് വേസ്ബാക്ക് ഇക്വേഷൻ. ഇതിനെയാണ് നമ്മൾ ഡാർസീസ് വേസ്ബാക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത്. HF is equal to 4FLV² into 2G. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ HF എന്ന് പറയുന്നതാണ് ലോസ് ഓഫ് ഫ്രിക്ഷൻ, ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഓക്കെ, അടുത്ത ഓരോ ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇക്വേഷനിൽ സ്മോൾ f എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ, അപ്പോൾ എഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ലാമിനാർ ഫ്ലോ ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം, ടർബുലന്റ് ഫ്ലോ ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം തരുമ്പോൾ തന്നേക്കുന്ന ഫ്ലോ ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുക. റെയ്നോൾഡ്സ് നമ്പർ റോ വി ഡി ബൈ മ്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ലെസ് ദാൻ 2000 ആണെങ്കിൽ ഫ്ലോ ലാമിനാർ ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 4000 ആണെങ്കിൽ ഫ്ലോ ടർബുലന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ഫ്ലൂയിഡ് ഫ്ലോ തന്നേക്കുമ്പോൾ അത് ലാമിനാർ ആണെങ്കിൽ എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, 16/RE. 16/RE, RE എന്ന് വെച്ചാൽ റെയ്നോൾഡ്സ് നമ്പർ. അടുത്തത് നിങ്ങളുടെ ഫ്ലോ ടർബുലന്റ് ആണെങ്കിൽ എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, 0.079 / RE⁻⁴. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ ഈ എഫ് ഡയറക്റ്റ് ആയിട്ട് തരും. ഓക്കെ, ഇനി ഇക്വേഷനിൽ എൽ, ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് പൈപ്പ് ആണ്, വി എന്ന് വെച്ചാൽ മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്, ഡി എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് പൈപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് ഡാർസീസ് വേസ്ബാക്ക് ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ HF എന്ന് പറഞ്ഞാൽ ഹെഡ് ലോസ് ആണ്, എഫ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഫാക്ടർ ആണ്, എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് പൈപ്പ് ആണ്, വി എന്ന് വെച്ചാൽ വെലോസിറ്റി ആണ്, ഡി എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് പൈപ്പ് ആണ്, 2G കോൺസ്റ്റന്റ് ആണ്. ഈ ഇക്വേഷൻ്റെ ഡെറിവേഷനാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ശ്രദ്ധിച്ചിരിക്കുക. ദ എക്സ്പ്രഷൻ ഫോർ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇപ്പോൾ രണ്ട് രീതിയിൽ ചോദിക്കാം. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്നും പറയാം, ഡിറൈവ് ഡാർസീസ് വേസ്ബാക്ക് ഇക്വേഷൻ എന്നും പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൺസിഡർ എ യൂണിഫോം ഹൊറിസോണ്ടൽ പൈപ്പ് ഹാവിങ് സ്റ്റഡി ഫ്ലോ ആസ് ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ പൈപ്പ്, ഈ കാണുന്ന ഒരു പൈപ്പാണ്, ഒരു ഹൊറിസോണ്ടൽ പൈപ്പാണ്, അതായത് സ്ട്രൈറ്റ് ആയിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പൈപ്പാണ്. എല്ലായിടത്തെയും ഡയമീറ്റർ സെയിം ആണ്, ഡി എന്ന് പറയുന്ന ഡയമീറ്ററാണ് പൈപ്പ്, ഡയമീറ്റർ ചേഞ്ച് ചെയ്യുന്നില്ല, പൈപ്പ് ഹൊറിസോണ്ടൽ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് വെള്ളം അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് സ്റ്റഡി ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി പൈപ്പിൻ്റെ അകത്ത് നമ്മൾ രണ്ട് സെക്ഷൻ കൺസിഡർ ചെയ്തു. ഇവിടെ ഒരു സെക്ഷൻ 1 കൺസിഡർ ചെയ്തു, ഇവിടെ സെക്ഷൻ 2 കൺസിഡർ ചെയ്തു. ഓക്കെ, ഈ രണ്ട് സെക്ഷൻ്റെ ഇടയിലുള്ള ലെങ്ത്തിനെ നമ്മൾ ക്യാപിറ്റൽ L എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ലെറ്റ് സെക്ഷൻ 1.1 ആൻഡ് സെക്ഷൻ 2.2 ആർ ദ 2 sections ഓഫ് ദ പൈപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഹൊറിസോണ്ടൽ പൈപ്പ് കൺസിഡർ ചെയ്തു, അതിനകത്തൂടി സ്റ്റഡി ഫ്ലോ ആണെന്ന് പറഞ്ഞു. 2 സെക്ഷൻ കൺസിഡർ ചെയ്തു, സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. ഓക്കെ, ഇനി സെക്ഷൻ 1ൽ ആക്ട് ചെയ്യുന്ന പ്രഷർ അതിനെ P1 എന്ന് കൊടുക്കാം, സെക്ഷൻ 2ൽ ആക്ട് ചെയ്യുന്ന പ്രഷർ P2 എന്ന് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ടുവേർഡ്സ് ദ സെക്ഷനാണ് പ്രഷർ വരുന്നത്. ഓക്കെ, അപ്പോൾ ടുവേർഡ്സ് ദ സെക്ഷനാണ് P1 ആക്ട് ചെയ്യുന്നത്, ടുവേർഡ്സ് ദ സെക്ഷനാണ് P2ഉം ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ലെറ്റ് P1 ഈസ് ദ പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് സെക്ഷൻ 1. സെക്ഷൻ 1ലുള്ള പ്രഷർ ഇൻറ്റൻസിറ്റിയെ P1 എന്ന് വിളിക്കാം. V1 എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ 1ൽ ആക്ട് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി, അതിനെ V1 എന്ന് വിളിക്കാം. അടുത്തത് L ഈസ് ദ ലെങ്ത് ഓഫ് ദ പൈപ്പ് ബിറ്റ്വീൻ സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2. അപ്പോൾ നമ്മൾ ഈ കൺസിഡർ ചെയ്ത സെക്ഷൻ 1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള പൈപ്പിൻ്റെ ലെങ്ത് ആണ് L. അതേപോലെ ഈ പൈപ്പിൻ്റെ ഡയമീറ്റർ ആണ് സ്മോൾ d. D ഈസ് ദ ഡയമീറ്റർ ഓഫ് പൈപ്പ്. F ഡാഷ്, ഇത് ശ്രദ്ധിക്കണം, F ഡാഷ് ഈസ് ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ വെറ്റഡ് ഏരിയ പെർ യൂണിറ്റ് വെലോസിറ്റി. അപ്പോൾ എഫ് ഡാഷ് എന്ന് വെച്ചാൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ വെറ്റഡ് യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് വെലോസിറ്റി. അതെന്താണെന്ന് പിന്നീട് പറയാം. ഇനി ഇതിൻ്റെ അകത്ത് HF എന്ന് പറഞ്ഞാൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്. ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സിമിലർലി എന്താണ് ഈ P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2 എന്ന് പറഞ്ഞാലും സെക്ഷൻ 2ൽ ആക്ട് ചെയ്യുന്ന പ്രഷറും വെലോസിറ്റിയാണ്. അപ്പോൾ ലെറ്റ് P2 ആൻഡ് V2 ആർ ദ പ്രഷർ ഇൻറ്റൻസിറ്റി ആൻഡ് വെലോസിറ്റി അറ്റ് സെക്ഷൻ 2.2. ഓക്കെ, ഇനി നമുക്ക് അപ്ലൈ ബെർണോളിയസ് ഇക്വേഷൻ. സെക്ഷൻ 1ലും സെക്ഷൻ 2ലും നമ്മുടെ ബെർണോളിയസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സെക്ഷൻ 1ലെ ബെർണോളിയസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? P1/ρg പ്ലസ് V1/2/2g പ്ലസ് Z1 ഇസ് ഈക്വൽ ടു സെക്ഷൻ 2ലെ ബെർണോളിയസ് ഇക്വേഷൻ P2/ρg പ്ലസ് V2/2/2g പ്ലസ് Z2. ഇതാണ് നമ്മുടെ നോർമൽ ബെർണോളിയസ് ഇക്വേഷൻ. ഇനി നമ്മൾ റിയൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു, റിയൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ നമുക്ക് ബെർണോളിയസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ P1/ρg പ്ലസ് V1/2/2g പ്ലസ് Z1 ഇസ് ഈക്വൽ ടു P2/ρg പ്ലസ് V2/2/2g പ്ലസ് Z2 പ്ലസ് HF കൂടിയുണ്ട്. ഈ HFിനാണ് ഹെഡ് ലോസ് എന്ന് പറയുന്നത്. അപ്പം ലാമിനാർ ആണെങ്കിൽ, വിസ്കസ് ഫ്ലോ ആണെങ്കിൽ അവിടെ ഹെഡ് ലോസ് ഉണ്ടാവില്ല. ഇതായിരിക്കും ബെർണോളിയസ് ഇക്വേഷൻ. ഇനി റിയൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ അവിടെ എപ്പോഴും ഒരു അറ്റത്തുനിന്ന് അടുത്ത അറ്റത്തേക്ക് വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഈ ബെർണോളിയസ് ഇക്വേഷൻ്റെ കൂടെ, ഇതാണ് ബെർണോളിയസ് ഇക്വേഷൻ, അതിൻ്റെ കൂടെ ഒരു HF കൂടി ഉണ്ടാവും. HF എന്ന് വെച്ചാൽ ഹെഡ് ലോസ് ഉണ്ടാവും. അപ്പോൾ ഈ ഹെഡ് ലോസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ P1 എന്ന് വെച്ചാൽ സെക്ഷൻ 1ലെ പ്രഷർ ഇൻറ്റൻസിറ്റി, V1 എന്ന് വെച്ചാൽ സെക്ഷൻ 1ലെ വെലോസിറ്റി, Z1 എന്ന് വെച്ചാൽ സെക്ഷൻ 1ൻ്റെ ഹെഡ്, ഡേറ്റം ഹെഡ്. സിമിലർലി P2, V2, Z2 എന്നൊക്കെ പറഞ്ഞാൽ പ്രഷർ, വെലോസിറ്റി ആൻഡ് ഡേറ്റം ഹെഡ് അറ്റ് സെക്ഷൻ 2. HF എന്ന് വെച്ചാൽ ഹെഡ് ലോസ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ പൈപ്പ് നോക്കിയാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പൈപ്പ് ഹൊറിസോണ്ടലാണ്. അതായത് ഈ സെക്ഷൻ 1ലെ നടുക്കത്തെ പോയിന്റും സെക്ഷൻ 2ൻ്റെ നടുക്കത്തെ പോയിന്റിൻ്റെയും ഹൊറിസോണ്ടൽ ലെവൽ സെയിം ആണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 1ലെ Z വാല്യൂയും സെക്ഷൻ 2ലെ Z2 വാല്യൂയും രണ്ടും എന്ത് തന്നെ ആയിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ എടുത്ത് എഴുതാം. Z1 വിൽ ബി ഈക്വൽ ടു Z2. കാരണം എന്താണ്? ഇതൊരു ഹൊറിസോണ്ടൽ പൈപ്പാണ് അല്ലേ? സെക്ഷൻ 1ൻ്റെയും സെക്ഷൻ 2ൻ്റെയും ഡേറ്റത്തിൽ നിന്നുള്ള ഹൈറ്റ് സെയിം ആണ്. അപ്പോൾ ഇവിടെ ഡേറ്റ ഒന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഡേറ്റ ലൈൻ കൺസിഡർ ചെയ്യാം. ഇവിടെ നിന്ന് സെക്ഷൻ 1ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് Z1, ഇവിടെ നിന്ന് സെക്ഷൻ 2ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് Z2. കാരണം ഇതൊരു ഹൊറിസോണ്ടൽ പൈപ്പ് ആയതുകൊണ്ട് Z1 ഈക്വൽ ടു Z2 എന്ന് കൊടുക്കാം. അപ്പോൾ Z1 ഈസ് ഈക്വൽ ടു Z2 ആണ്. ഇനി അടുത്ത V1 വിൽ ബി ഈക്വൽ ടു V2. സെക്ഷൻ 1ലെ സെക്ഷൻ 2ലെ വെലോസിറ്റി സെയിം ആയിരിക്കും. കാരണം എന്താണ്? സെക്ഷൻ 1ൻ്റെയും സെക്ഷൻ 2ൻ്റെയും ഡയമീറ്റർ സെയിം ആണ്. നമുക്കറിയാം, ഒരു പൈപ്പിൻ്റെ അകത്തുകൂടി ഫ്ലോ ചെയ്യുമ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡയമീറ്ററിന് ചേഞ്ച് വേണം. ഇവിടെ D1ഉം ഇവിടെ D2 ആണെങ്കിൽ മാത്രമേ ഇവിടെ വെലോസിറ്റി 1ഉം വെലോസിറ്റി 2ഉം വരുള്ളൂ. ഒരേ പൈപ്പിൻ്റെ അകത്തുകൂടി ഫ്ലോ ചെയ്യുന്ന വാട്ടറിന് സെയിം വെലോസിറ്റി ആയിരിക്കും. സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം ഒരേ ഡയമീറ്ററാണ്. ദെർഫോർ വെലോസിറ്റി വിൽ ബി സെയിം. അപ്പോൾ Z1 ഇസ് ഈക്വൽ ടു Z2 എഴുതാം. അതിൻ്റെ റീസൺ പൈപ്പ് ഹൊറിസോണ്ടലാണ്, ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടാവില്ല. V1 ഇസ് ഈക്വൽ ടു V2 ആണ്. കാരണം പൈപ്പിൻ്റെ സെക്ഷൻ 1ലെയും സെക്ഷൻ 2ലെയും ഡയമീറ്റേഴ്സ് സെയിം ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബെർണോളിയസ് ഇക്വേഷനിൽ എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും? Z1 Z2 സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയാം. V1 V2 സെയിം ആയതുകൊണ്ട് നമുക്ക് ഈ V1/2/2gയും V2/2/2gയും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് വരും? P1/ρg വിൽ ബി ഈക്വൽ ടു P2/ρg പ്ലസ് HF. ഇതായിരിക്കും നമ്മുടെ സിംപ്ലിഫൈഡ് ബെർണോളിയസ് ഇക്വേഷൻ. ഇതാ P1/ρg പ്ലസ് P2/ρg പ്ലസ് HF. ഇതിനകത്ത് HFനെ നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ HFന് ഇവിടെ ഇട്ട് ഇത് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? ഇതിങ്ങനെ കിട്ടും. HF ഇസ് ഈക്വൽ ടു P1/ρg മൈനസ് P2/ρg. ഓക്കെ, നമുക്കിതിനെ ഒന്ന് കോമൺ ആക്കി എടുക്കാം. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പോൾ HF ഇസ് ഈക്വൽ ടു P1 മൈനസ് P2 ഡിവൈഡ് ബൈ ρg എന്ന് വരും. ഇനി നമുക്ക് ഈ P1 മൈനസ് P2നെ ഈ സൈഡിൽ ഇട്ടിട്ട് ρgനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? ഇതാ ഈ P1 മൈനസ് P2 ഇവിടെ വരും. ഇത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ HF ഇൻറ്റു ρg എന്ന് വരും. അപ്പോൾ നമുക്ക് P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു HF ഇൻറ്റു റോ ഇൻറ്റു g. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു നോട്ടാണ്. ഇത് നമുക്ക് ഡെറിവേഷനിൽ എഴുതേണ്ട ആവശ്യമില്ല. HF ഈസ് ദ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആൻഡ് ഹെൻസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ വിൽ റിഡ്യൂസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ബൈ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് HF എന്ന് വെച്ചാൽ ഹെഡ് ലോസ് ആണ്.
P1 മൈനസ് P2 എന്ന് പറഞ്ഞാൽ സെക്ഷൻ 1ൽ നിന്ന് സെക്ഷൻ 2ലേക്ക് വരുമ്പോൾ ഉള്ള പ്രഷർ ഡിഫറൻസ് ആണ്. അപ്പോൾ P1 മൈനസ് P2 പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ P1 വലുതും P2 ചെറുതുമായിരിക്കണം. അപ്പോൾ പ്രഷർ ഇൻറ്റൻസിറ്റി എന്നുള്ളത് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ അത് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താണ്? ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ ഒരു നോട്ടായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതി നമ്മളവിടെ നിർത്തി. ഇനി അടുത്തത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എഫ് ഡാഷ് ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ എഫ് ഡാഷ് അല്ലെങ്കിൽ ക്യാപിറ്റൽ F1 എന്നും എല്ലാം കൊടുക്കാം. നമ്മളിവിടെ കൊടുത്തേക്കുന്ന ഈ എഫ് ആണ് നമ്മൾ ഈ പറയുന്നത്. ഇതാ ഇവിടെ ഇങ്ങോട്ടൊരു F1 എന്ന് പറയുന്നൊരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതെന്താണ്? ഫ്ലോ ഈ ഡയറക്ഷനിലാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും F1 ആക്ട് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കും ഇതെന്തുകൊണ്ടാണ് മുകളിലും താഴെ F1? എപ്പോഴും ഫ്ലോ ചെയ്യുന്ന സർഫസുമായിട്ടൊരു റിയാക്ഷൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അപ്പർ സർഫസുമായിട്ടൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ബോട്ടം സർഫസുമായിട്ടൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അതാണ് F1 എന്നുള്ള രീതി കാണിച്ചിരിക്കുന്നത്. അതെപ്പോഴും ഫ്ലോയിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഇതാണ് എഫ് ഡാഷ് പെർ യൂണിറ്റ് വെറ്റഡ് ഏരിയ പെർ യൂണിറ്റ് വെറ്റഡ് വെലോസിറ്റി ഇൻറ്റു വെറ്റഡ് ഏരിയ ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ. ഓക്കെ, അപ്പോൾ F1 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? എഫ് ഡാഷ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ എന്താണ്? ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെറ്റഡ് ഏരിയ ഇൻറ്റു പെർ യൂണിറ്റ് വെലോസിറ്റിയാണ്. അപ്പോൾ എഫ് ഡാഷ് ഇൻറ്റു വെറ്റഡ് ഏരിയ അല്ലെങ്കിൽ ജസ്റ്റ് ഏരിയ എന്ന് പറയാം ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ. ഇനി വെറ്റഡ് ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സർക്കുലർ പൈപ്പാണ് അല്ലേ? സർക്കുലർ പൈപ്പാണ്. ഞാൻ ഇതിനെ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് പറയാം അല്ലേ? ഇതിങ്ങനെ ഒരു പൈപ്പാണ്. ഇതിനെ ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ട് ഇതിനെ സ്ട്രെച്ച് ചെയ്ത് നേരെയാക്കി. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്താണോ അതായിരിക്കും ഇതിൻ്റെ ലെങ്ത്ത്. ശരിയല്ലേ? പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? പൈ ഡി ആണ്, അല്ലെങ്കിൽ 2πr, അല്ലെങ്കിൽ നമുക്ക് പൈ ഡി എന്ന് പറയാം. ഇൻറ്റു അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ മൊത്തം ലെങ്ത്ത് ക്യാപിറ്റൽ എൽ ലെങ്ത്തിലാണ് ആക്ട് ചെയ്യുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഫിഗറിലേക്ക് വന്നാൽ ഈ ഒരു ലെങ്ത്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലെങ്ത്ത് അല്ലേ? ഈ ഒരു ലെങ്ത്ത്. ഇനി ഈ പൈപ്പ് സർക്കുലർ ഷേപ്പാണ്. അപ്പോൾ ഇതിനെ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ പൈപ്പിൻ്റെ വെറ്റഡ് പെരിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയയാണ് വെറ്റഡ് ഏരിയ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ F1 ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഇൻറ്റു വെറ്റഡ് ഏരിയ ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ. അപ്പോൾ വെറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ വെറ്റഡ് പെരിമീറ്റർ ഇൻറ്റു ലെങ്ത് ആണ്. വേണമെങ്കിൽ അങ്ങനെ ഓർത്താലും മതി. വെറ്റഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റഡ് പെരിമീറ്റർ എത്രയാണ്? ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ 2πr ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡി. അപ്പോൾ വെറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഇൻറ്റു ലെങ്ത്. പെരിമീറ്റർ എത്രയാണ്? പൈ ഇൻറ്റു ഡി ഇൻറ്റു ലെങ്ത്. പൈപ്പിന് നമ്മൾ എടുത്തേക്കുന്ന ലെങ്ത് എൽ തന്നെ. അങ്ങനെയാണ് ഈ പൈ ഡി എൽ എന്ന് കിട്ടിയത്. ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. ഇനി ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ സെക്ഷൻ 1 ആൻഡ് 2 എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ നോക്കാം. നോക്കിക്കേ, ഈ സെക്ഷൻ 1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇത് പ്രഷറാണ് P1. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് P1 കൊണ്ടുള്ള ഫോഴ്സ്. നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് കിട്ടും. അപ്പോൾ സെക്ഷൻ 1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഴുതാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഫോഴ്സ് ആണ്, പ്രഷർ അല്ല. ഫോഴ്സ് F1 ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? P1 ഇൻറ്റു എ അല്ലേ? P1 ഇൻറ്റു എ, അതാണ് സെക്ഷൻ 1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. സെക്ഷൻ 2 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? P2 ഇൻറ്റു എ. P2 എന്ന് വെച്ചാൽ പ്രഷറാണ്, ഇൻറ്റു എ ചെയ്യുമ്പോഴാണ് അത് ഫോഴ്സ് ആകുന്നത്. ഇനി ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു F1 ആക്ട് ചെയ്യുന്നുണ്ട്. F1 എന്ന് വെച്ചാൽ എന്താണ്? ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 1 ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സിനെ P1 ഇൻറ്റു എ എന്ന് പറയാം. പ്രഷർ ഫോഴ്സ് ആക്ടിങ് ഓൺ സെക്ഷൻ 2 അതിനെ P2 ഇൻറ്റു എ എന്ന് പറയാം. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് F1, അതിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ എഴുതി വെച്ചതേ ഉള്ളൂ. എഫ് ഡാഷ് ഇൻറ്റു പൈ ഡി എൽ ഇൻറ്റു വി സ്ക്വയർ. ഓക്കെ, ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ടുവേർഡ്സ് റൈറ്റ് ആണ്, ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്, ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. അതിൻ്റെ സൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഫിഗർ നോക്കിയാൽ P1 കൊണ്ടുണ്ടാകുന്ന പ്രഷർ ഫോഴ്സ് റൈറ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്, P2 കൊണ്ടുണ്ടാകുന്ന ലെഫ്റ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്, F1 ഓൾറെഡി ലെഫ്റ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. മൊത്തം 3 ഫോഴ്സാണ് ഈ സെക്ഷൻ 1നും 2നും ഇടയിൽ ആക്ട് ചെയ്യുന്നത്. സെക്ഷൻ 1 ആക്ട് ചെയ്യുന്നത് P1 ഇൻറ്റു എ, പ്രഷർ ഇൻറ്റു ഏരിയ, അപ്പോൾ ആ ഫോഴ്സ് കിട്ടുള്ളൂ. അടുത്ത സെക്ഷൻ 2 ആക്ട് ചെയ്യുന്നത് P2 ഇൻറ്റു എ, പിന്നെ F1 ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതിനെ സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, അതായത് സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 എടുത്താൽ ഇത് റൈറ്റിലേക്ക് ആക്ട് ചെയ്യും, ഇത് ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യും, ഇത് ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. ആ രീതിയിലാണ് ഇതിന് ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, മൊത്തം 3 ഫോഴ്സാണ് ഈ സെക്ഷൻ 1-2 ആക്ട് ചെയ്യുന്നത്. സെക്ഷൻ 1 ആക്ട് ചെയ്യുന്നത് P1 × A, ഇത് പോസിറ്റീവ്. സെക്ഷൻ 2 ആക്ട് ചെയ്യുന്നത് P2 × A, അത് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്, നെഗറ്റീവ്. ഇനി F1 എന്ന് പറയുന്നൊരു ഫോഴ്സ് അത് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്, നെഗറ്റീവ്. അപ്പോൾ ഇതിന് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നോക്കിയാൽ സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ റൈറ്റിലേക്ക് പോകുന്ന P1 × A പോസിറ്റീവ്, ലെഫ്റ്റിലേക്ക് പോകുന്ന P2 × A നെഗറ്റീവ്, മൈനസ് F1 നെഗറ്റീവ്. ഓക്കെ, ഇനി ഇതിനകത്ത് F1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. F1 എന്ന് വെച്ചാൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആണ്. ഇതാണ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P1 × A അതുപോലെ എഴുതി, മൈനസ് P2 × A മൈനസ് F1 പകരം F ഡാഷ് × πdl × V² ഇസ് ഈക്വൽ ടു 0, സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഈക്വൽ ടുൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്ത് വരും? ഈ എയും എയും ഇവിടെ കോമൺ ആണ്. അപ്പോൾ P1 - P2 × A ഇത് ലെഫ്റ്റ് സൈഡിൽ എഴുതാം. ഇസ് ഈക്വൽ ടു ഈ മൈനസ് ഫോഴ്സ് റൈറ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആവും അല്ലേ? അപ്പോൾ F ഡാഷ് × πdl × V² എന്ന് വരും. ഇനി നമുക്ക് ഈ P1 - P2 മാത്രം ലെഫ്റ്റിലിടാം. അപ്പോൾ ഈ എ എന്നുള്ളത് റൈറ്റിലേക്ക് പോകുമ്പോൾ അത് ഡിവൈഡ് ബൈ എ എന്നാവും, വേറെ ഒന്നും വരില്ല. ഓക്കെ, അപ്പോൾ P1 - P2 നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എന്താണ്? F ഡാഷ് πdl V², ഈ എ താഴത്തേക്ക് വന്നപ്പോൾ ഡിവൈഡ് ബൈ എ. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 1 എന്ന് നോക്കി. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ P1 - P2 ഒരു ഇക്വേഷനാണ്. ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞാൽ എഗെയിൻ P1 - P2 ഇക്വേഷനാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1ഉം 3ഉം തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? ഇക്വേഷൻ നമ്പർ 1 ഇതാണ്. P1 - P2 ഇസ് ഈക്വൽ ടു HF × ρg ആണ്. അപ്പോൾ HF × ρg ഇസ് ഈക്വൽ ടു അടുത്ത P1 - P2 ഇക്വേഷൻ ഇതാണ്. F ഡാഷ് πdl V² A. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇനി അൾട്ടിമേറ്റ്ലി നമുക്ക് കണ്ടുപിടിക്കേണ്ട HF ആണ്. അപ്പോൾ HF മാത്രം അവിടെ ഇട്ടു, റോജീനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈ F ഡാഷിൻ്റെ താഴെ ഞാൻ റോജീന്ന് എഴുതി. വേറെ ഒന്നുമില്ല, അതിനെ ചുമ്മാ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. F ഡാഷ് ഇവിടെ ഉണ്ടായിരുന്നു, റോജി റൈറ്റിലേക്ക് വന്നപ്പോൾ അതിനെ F ഡാഷ് ബൈ റോജി എന്ന് എഴുതി. ഇവിടെ πdl ബൈ ഏരിയ ഞാൻ ഒരു ടേമായിട്ട് എഴുതി, V² ഞാൻ സെപ്പറേറ്റ് ഒരു ടേമായിട്ട് എഴുതി. ഇതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, ഇനി F ഡാഷ് ബൈ റോജി അതുപോലെ എഴുതി, πdl അതുപോലെ എഴുതി. ഇനി അടുത്ത ഏരിയ, പൈപ്പിൻ്റെ ഏരിയ എന്താണ്? πd²/4 അല്ലേ? സർക്കുലർ പൈപ്പാണ്. സർക്കുലർ പൈപ്പിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ πd²/4 ആണ്. അപ്പോൾ πdl അതുപോലെ എഴുതി, ഏരിയക്ക് πd²/4 എഴുതി, ഇവിടെ ഞാൻ V² എന്ന് കിട്ടും. ഇനി ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. F ഡാഷ് ബൈ റോ എന്ന് പറഞ്ഞാൽ F/2 ആണ്. ഇതിൽ ഈ F എന്ന് പറയുന്നതാണ് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ സ്റ്റാൻഡേർഡായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ F ഡാഷും ഉണ്ട്, റോയും ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? F ഡാഷ് ബൈ റോന് പകരം F/2 എന്ന് എഴുതാം. ഇവിടെ ശ്രദ്ധിച്ചേ, F ഡാഷ് ബൈ റോ എന്ന് പറയുന്ന ഈ ടേമിന് പകരം ഞാൻ F/2 എന്ന് എഴുതി. ഈ G അതുപോലെ തന്നെ എഴുതി. ഇവിടെ πd അതുപോലെ എഴുതി, ഇവിടെ πd² അതുപോലെ എഴുതി. താഴെ ഉണ്ടായ 4നെ ഞാൻ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 4l V² എന്ന് വന്നു. ഓക്കെ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നുകൂടി പറയാം. F ഡാഷ് ബൈ റോ അതിന് പകരം ഞാൻ F/2 എന്ന് എഴുതി, G അതുപോലെ എഴുതി. ഈ πd ഞാൻ മാറ്റി എഴുതി, πd² താഴെ എഴുതി, ഡിവൈഡ് ബൈ 4ഉം മുകളിലേക്ക് കൊണ്ടുപോയാൽ 4l ഒരുമിച്ച് എഴുതി, ഇവിടെ V² എന്ന് എഴുതി. ഓക്കെ, ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. റീഅറേഞ്ച് ചെയ്യുക. ആദ്യം നമ്മൾ 4 എഴുതി, അടുത്തത് F, അടുത്തത് L, അടുത്തത് V² ഡിവൈഡഡ് ബൈ 2G ഇൻറ്റു D എങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ πd ക്യാൻസൽ ചെയ്തു, ഇവിടെ പൈയും ഒരു ഡിയും ക്യാൻസൽ ചെയ്തു, ബാക്കി പോയിട്ട് ഒരു D താഴെ കിടപ്പുണ്ട്, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ HF ഇസ് ഈക്വൽ ടു 4FL V²/2DG. ഇതാണ് നമ്മുടെ ഡാർസീസ് വെയ്സ് ബാക്ക് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് HF എന്ന് പറയുന്നതാണ് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പോൾ HF എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അല്ലെങ്കിൽ മേജർ ലോസ് എന്ന് പറയാം. ഇതിനകത്ത് F എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫാക്ടർ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ കോയിഫിഷ്യൻ്റ് ആണ്. L എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് പൈപ്പ് ആണ്. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് പൈപ്പ് ഫ്ലോ ആണ്. G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് പൈപ്പാണ്. അപ്പോൾ ഈ ഇക്വേഷനെയാണ് നമ്മൾ ഡാർസീസ് വെയ്സ് ബാക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡെറിവേഷൻ. നമുക്ക് ഇനി അടുത്തത് ഈ ഞാൻ പറഞ്ഞു മേജർ ലോസ് പഠിക്കാനായിട്ട് നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഈ മേജർ എനർജി ലോസ് ആണ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അത് പഠിക്കാനായിട്ട് 2 ഇക്വേഷൻ ഉണ്ട്, ഡാർസീസ് വെയ്സ് ബാക്ക് ഇക്വേഷൻ, അതിൻ്റെ ഇക്വേഷൻ ഡെറിവേഷൻ നമ്മളിപ്പോൾ പഠിച്ചത്. അതുകൂടാതെ നമുക്ക് ചെസീസ് ഇക്വേഷനുണ്ട്. അപ്പോൾ ചെസീസ് ഇക്വേഷൻ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി, അതിൻ്റെ ഡെറിവേഷൻ നമുക്ക് പഠിക്കാനായിട്ടില്ല. അപ്പോൾ ചെസീസ് ഇക്വേഷൻ പറയുന്നത് V = C√mi. ഓക്കെ, ഇതാണ് ചെസീസ് ഇക്വേഷൻ. ഇതിൽ V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്, C എന്ന് പറഞ്ഞാൽ ചെസീസ് കോൺസ്റ്റൻ്റ് ആണ്.
ഒന്നെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ തരും, അല്ലെങ്കിൽ ചെസീസ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: സ്ക്വയർ റൂട്ട് ഓഫ് റോ ജി ഇൻറ്റു എഫ് ഡാഷ്. റോ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡും ജി ആക്സലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റിയാണ്. എഫ് ഡാഷ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ കണ്ടുപിടിച്ച സാധനം, ഈ എഫ് ഡാഷ് തന്നെയാണ് അപ്പുറത്തെ എഫ് ഡാഷ്. എഫ് ഡാഷ് ബൈ റോ എന്ന് പറഞ്ഞാൽ F/2 ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ തരും. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ അകത്ത് ഐ ഉണ്ട് അല്ലേ? ഐൻ്റെ ഇക്വേഷനാണ് HF/L. അപ്പോൾ ഐനെ നമ്മൾ ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് പൈപ്പ് എന്നാണ് പറയുന്നത്. ഐ ഇസ് ഈക്വൽ ടു ഹെഡ് ലോസ് ബൈ ലെങ്ത്. അതുകൊണ്ട് ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് പൈപ്പ് എന്ന് പറയും. ഇനി ഇതിനകത്ത് എം എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. ഇതൊരു പുതിയ ടേമാണ്. എം ഇസ് ഈക്വൽ ടു ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്നും പറയും, ഹൈഡ്രോളിക് റേഡിയസ് എന്നും പറയും. എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ്. ഏരിയ ഓഫ് ദ പൈപ്പ് ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് എം പൈപ്പിൻ്റെ ഒരു സർക്കുലർ പൈപ്പിൻ്റെ എം നോക്കാം. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ്. അതിൻ്റെ ഇക്വേഷൻ ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ്. ഇനി ഒരു സർക്കുലർ പൈപ്പ് എടുത്താൽ ഏരിയ എന്ന് പറഞ്ഞാൽ πd²/4 ആയിരിക്കും. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr അല്ലെങ്കിൽ πd ആണ്. അപ്പോൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എന്ത് വരും? πdയും πdയും ക്യാൻസൽ ചെയ്താൽ നമുക്ക് d/4 എന്ന് വരും. അപ്പോൾ ഒരു സർക്കുലർ പൈപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എം ഇസ് ഈക്വൽ ടു എന്താണ്? d/4 കിട്ടും. അതെങ്ങനെയാണ് വന്നത്? എം ഇസ് ഈക്വൽ ടു ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഏരിയ ബൈ പെരിമീറ്റർ ആണ്. ഏരിയയുടെ ഇക്വേഷൻ πd²/4 ആണ്, പെരിമീറ്റർ πd ആണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് d/4 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എഫ്, ഫ്രിക്ഷണൽ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഏത്? ഡാർസീസ് വെയ്സ്ബാക്ക് ഇക്വേഷനിലാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ലാമിനാർ ഫ്ലോ ആണെങ്കിൽ 16/REയും ടർബുലൻറ്റ് ഫ്ലോ ആണെങ്കിൽ ഈ ഒരു ഇക്വേഷനുമാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഈ RE എന്ന് പറഞ്ഞാൽ റെയ്നോൾഡ്സ് നമ്പറാണ്. RE ഈസ് ഈക്വൽ ടു റോ VD/μ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, റോ VD/μ ആണ്. റോ ഡെൻസിറ്റി, വി വെലോസിറ്റി, ഡി ഡയമീറ്റർ, മ്യൂ എന്ന് വെച്ചാൽ ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. ഇനി ഇതിനെ തന്നെ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ ടേമിൽ എഴുതാം. ഈ ρ/μ എന്ന് പറയുന്നത്, ρ/μ എന്ന് പറയുന്നതാണ് ന്യൂ. ഇതിനെ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയും. ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. അപ്പോൾ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ മെയിൻ ഇക്വേഷൻ ഇതാണ്, റോ VD/μ. അപ്പോൾ മ്യൂ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് വിസ്കോസിറ്റി. ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ ടേംസിലാണെങ്കിൽ VD/ന്യൂ എന്ന് എഴുതാം. അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ρ/μ എന്നെ പറയുന്നതാണ് ന്യൂ. ഇത് ഡൈനാമിക് വിസ്കോസിറ്റി, ഇത് കൈനമാറ്റിക് വിസ്കോസിറ്റി. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നേക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം അല്ലെങ്കിൽ ഡെറിവേഷൻ ഉറപ്പായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇത്രയാണ് ഈ വീഡിയോയിൽ വരുന്നത്. താങ്ക് യു.